ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ത്യൻ സിനിമയുടെ ഹയസ്റ്റ് ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. വെൽക്കം ടു സ്കിനിമ. ലെറ്റ്സ് ഗോ. നമുക്ക് കുറച്ച് ബാക്കിലോട്ട് പോയി നോക്കാം. 1913 മുംബൈയിലെ കൊളാബയിൽ ഒരു ചെറിയ തിയേറ്ററിൽ ആദ്യമായ ഒരു നിശബ്ദ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. അന്ന് ആ സിനിമ കണ്ടവരുടെയൊക്കെ മനസ്സിലെ ഒരു ആവേശമൊന്നും ഇമാജിൻ ചെയ്ത് നോക്കിയേ. ആ സ്വപ്നത്തിന് തീ കൊളുത്തിയത് ഒരു മനുഷ്യനായിരുന്നു, ദുണ്ടിരാജ് ഗോവിന്ദ് ഫാൽക്കെ, അഥവാ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ദാദാ സാഹിബ് ഫാൽക്കെ. ആദ്യമായി സിനിമ എടുത്ത ആ ഒരു ഇതിഹാസ വ്യക്തിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷികത്തിന് ശേഷം ഇന്ത്യൻ സിനിമാ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ ഒരു അവാർഡ്. ആരായിരുന്നു ദാദാ സാഹിബ് ഫാൽക്കെ? അദ്ദേഹത്തെ കുറിച്ച് അറിയാതെ ഈ ഒരു അവാർഡിനെ പറ്റി നമുക്ക് പറയാനേ പറ്റില്ല. ഫാൽക്കെ ഒരു മികച്ച കലാകാരനായിരുന്നു. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ചിത്രകലയും ഫോട്ടോഗ്രാഫിയും ഗ്രാഫിക് ഡിസൈനിങ്ങും ഒക്കെ അദ്ദേഹം പഠിച്ചു. അദ്ദേഹത്തിന് ഇന്റർനാഷണൽ സിനിമകളോടൊരു വലിയ താല്പര്യമായിരുന്നു. 1910 അദ്ദേഹം ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമ കണ്ടതൊരു വലിയ വഴിത്തിരിവായി. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ദൈവങ്ങളെയും കഥകളെയും സ്ക്രീനിലേക്ക് കൊണ്ടുവന്നുകൂടാ? അങ്ങനെയാണ് തന്റെ സ്വത്തുക്കളെല്ലാം വിറ്റ് ഇംഗ്ലണ്ടിൽ പോയി ഫിലിം പ്രൊഡക്ഷന്റെ സാങ്കേതിക വിദ്യകൾ പഠിച്ചെടുത്തത്. ഒടുവിൽ അദ്ദേഹം സ്വന്തം പണവും പരിശ്രമവും ഉപയോഗിച്ച് ആദ്യത്തെ ഇന്ത്യൻ ഫീച്ചർ ഫിലിം നിർമ്മിച്ചു. അതാണ് രാജാ ഹരിശ്ചന്ദ്ര. ഇതൊരു സൈലന്റ് ഫിലിം ആയിരുന്നു. ഇതിൽ അഭിനയിക്കാൻ അഭിനേതാക്കളെ കിട്ടാൻ ഫാൽക്കെ ഒരുപാട് ബുദ്ധിമുട്ടി. അദ്ദേഹം ഒരു പുരുഷനെ മുടി നീട്ടി വളർത്തിച്ച് സാരി ഉടുപ്പിച്ച് സ്ത്രീ വേഷം കെട്ടിച്ച് അഭിനയിപ്പിച്ചു. ഈ സിനിമയുടെ വിജയം ഇന്ത്യൻ സിനിമാ ചരിത്രത്തെ മാറ്റിമറിച്ചു. ദാദാ സാഹിബ് ഫാൽക്കെ തുടർന്ന് 20ഓളം സിനിമകൾ നിർമ്മിച്ചു. ഇന്ത്യൻ സിനിമയുടെ അടിസ്ഥാനമിട്ട ഈ മഹാനായ വ്യക്തിയോടുള്ള ആദര സൂചകമായാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഈ ഒരു ദേശീയ അവാർഡ് സ്ഥാപിക്കപ്പെട്ടത്. മഹാനായ ഫാൽക്കെയുടെ പേരിൽ നൽകിയ ഈ ഒരു അവാർഡ് എങ്ങനെ എപ്പോൾ നിലവിൽ വന്നു എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ സിനിമയ്ക്ക് ദാദാ സാഹിബ് ഫാൽക്കെ നൽകിയ സംഭാവനകൾക്ക് കൃത്യമായൊരു ആദരം നൽകാനായി ഇന്ത്യ ഗവൺമെന്റ് 1969 ഈ ഒരു അവാർഡ് സ്ഥാപിച്ചത്. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും നൽകിയ ആജീവനാന്ത സംഭാവനകൾക്കുള്ള ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ ഉള്ള ഒരു അവാർഡാണിത്. ഇതൊരു ദേശീയ അവാർഡാണ്. എല്ലാ വർഷവും ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിനൊപ്പമാണ് ഈ ഒരു അവാർഡും സമ്മാനിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. ഫാൽക്കെ അവാർഡ് വെറും ഒരു ശില്പം മാത്രമല്ല, അതൊരു വലിയൊരു അംഗീകാരമാണ്. സുവർണ കമലം, ഗോൾഡൻ ലോട്ടസ്, ഒരു താമരയുടെ ഷേപ്പിലുള്ള സ്വർണ്ണ മെഡൽ, ഒരു ഷോൾ, 10 ലക്ഷം രൂപ എന്നിവയൊക്കെയാണ് വിന്നറിന് നൽകുന്നത്. 1969 ആദ്യമായി ഈ ഒരു അവാർഡ് നൽകിയത് ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസ വനിതയ്ക്കാണ്, ദേവിക റാണി. ബോളിവുഡിലെ പ്രശസ്തമായ ബോംബെ ടാക്കീസ് സ്റ്റുഡിയോ സ്ഥാപിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു അവർ. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ നായികമാരിൽ ഒരാളായും അവർ അറിയപ്പെട്ടിരുന്നു. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിനെ ഇത്രയധികം മഹത്തരമാക്കുന്നത് ഇതൊരു ഭാഷയുടെ സിനിമയ്ക്ക് മാത്രം നൽകിയെന്ന അവാർഡല്ല എന്നുള്ളതാണ്. ബോളിവുഡ്, തമിഴ്, തെലുങ്ക്, മലയാളം, ബംഗാളി, മറാഠി അങ്ങനെ ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക സിനിമകളിലെയും മികച്ച പ്രതിഭകൾക്ക് ഈ ഒരു അവാർഡ് നൽകുന്നുണ്ട്. ഈ അവാർഡ് ഒരു അഭിനേതാവിനോ സംവിധായകനോ മാത്രമല്ല കൊടുക്കുന്നത്. സിനിമയിലെ എല്ലാ മേഖലയിലുമുള്ള ലെജൻസിനെ ഇത് അംഗീകരിക്കുന്നു. ലോകത്തിലെ എല്ലാ വലിയ അവാർഡുകളെയും പോലെ ഫാൽക്കെ അവാർഡിന്റെയും തിരഞ്ഞെടുപ്പിനെ കുറിച്ചും ചിലപ്പോഴൊക്കെ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു അവാർഡ് നൽകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? വിവിധ സിനിമകളിലെ പ്രമുഖരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഈ അവാർഡ് ജേതാവിനെ തീരുമാനിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ കീഴിലാണ് ഈ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ അവാർഡ് നൽകാൻ വൈകുന്നത് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അവാർഡ് ലഭിക്കാതെ പോകുന്നതൊക്കെ വലിയ ചർച്ചാ വിഷയങ്ങളാവാറുണ്ട്. വർഷങ്ങൾ കടന്നു പോകുമ്പോഴും ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന്റെ പ്രാധാന്യം കുറയുന്നില്ല. ആർട്ടിസ്റ്റിനൊക്കെ ഇതൊരു ലൈഫ് ടൈം സ്വപ്നമാണ്. പുതിയ തലമുറയിലെ സിനിമാ പ്രവർത്തകർക്ക് ഫാൽക്കെ അവാർഡ് ജേതാക്കളെ കുറിച്ച് പഠിക്കുന്നതും ഒരു പ്രചോദനമാണ്. ഇന്ത്യൻ സിനിമ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും അതിന്റെ അടിത്തറയിട്ട ദാദാ സാഹിബ് ഫാൽക്കെ ഓർമ്മിക്കാൻ ഈ ഒരു അവാർഡ് സഹായിക്കുന്നു. നമ്മൾ ഇന്ന് കണ്ടും കേട്ടുമിരിക്കുന്ന സിനിമയുടെ ഈ വലിയ ലോകം ഒരു നൂറ്റാണ്ട് മുൻപേ ഒരു മനുഷ്യൻ കണ്ട സ്വപ്നത്തിന്റെ ഫലമാണ്. ദാദാ സാഹിബ് ഫാൽക്കെ എന്ന കലാകാരന്റെ ധീരമായ തീരുമാനമാണ് ഇന്ത്യൻ സിനിമയ്ക്ക് പിന്നീട് വഴികാട്ടിയായത്. അതുകൊണ്ട് ഈ അവാർഡ് വെറും ഒരു ബഹുമതി മാത്രമല്ല, ഇന്ത്യൻ സിനിമയുടെ ആത്മാവും ചരിത്രവുമാണ്.
അതുകൊണ്ട് ഇനി നിങ്ങളൊരു ഫാൽക്കെ അവാർഡ് ജേതാവിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവർ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ ലൈഫ് ടൈം സംഭാവനകളെ കുറിച്ചും ഓർക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു സ്കിനിമ.